എല്ലാ ആൾക്കാരും വിചാരിച്ചത് തൊപ്പിന്റെ കല്യാണം നല്ല ആഘോഷമാക്കി കാണാൻ, നല്ല അടിച്ച് പൊളിക്കാൻ, സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസും മറ്റതും മറിച്ചതും എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ പന്നി പറ്റിച്ചു, ഒരു രഹസ്യമായ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കണ്ട് ചോദിക്കുന്നുണ്ട്, ഈ തൊപ്പിക്ക് കല്യാണം കഴിഞ്ഞൊന്നു. ഒരു രഹസ്യമായൊരു കല്യാണം കഴിഞ്ഞു. നിൽക്കാൻ കഴിഞ്ഞോ ഇല്ലേ, ഏത് ജാതിപ്പെട്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞു, രജിസ്റ്റേഡ് ആയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ വെച്ചാണ് രജിസ്റ്റർ ആയത്. അതുകൊണ്ട് രഹസ്യ കല്യാണമാണ്, ഒരു പരസ്യമാക്കിയില്ല. എന്താ പറയുമ്പോഴത്തേക്ക് അവൻ്റെ അവസ്ഥ അറിയണ്ടേ, എല്ലാവരും തിരി വിളിക്കുന്നതും മറ്റേയും മറിച്ചും സോഷ്യൽ മീഡിയൊക്കെ ഗുരുമാല. അതുകൊണ്ട് എന്താണെന്ന് അറിയോ, അതുകൊണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞെങ്കിൽ ആ ചെക്കന് പെണ്ണ് കൊടുക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പറയുമല്ലോ. അതുകൊണ്ട് രഹസ്യമായിട്ട് വെച്ചു കല്യാണം, പരസ്യമാക്കിയിട്ടില്ല. ഒരുപാട് ആൾക്കാർ ഒരുപാട് ഫാൻസുകാരൊക്കെ പറയുന്നത് നമ്മളൊക്കെ എന്തിനാ ഒരു മമ്മൂട്ടി ഞാൻ ഇവൻ്റെ ഫാൻസായത്. എന്നിട്ട് ഇവൻ രഹസ്യ കല്യാണം കഴിച്ച് ആരും ഒരാളും വിളിച്ചില്ല. ഞാനൊക്കെ വിചാരിക്കുന്നത് ആദ്യം ഒരു വീഡിയോ ഇടും, എൻ്റെ കല്യാണമാണ്, എൻഗേജ്മെൻറ്റാണ്, അവസാനം കല്യാണമാണ്, എല്ലാവരും വന്നോണ്ട് പോകുന്നില്ല, എല്ലാവരും വന്നോണ്ട് പറഞ്ഞു, അങ്ങനെയൊക്കെ പറയുന്നൊക്കെ വിചാരിച്ചതാ. അപ്പം രഹസ്യമായി കല്യാണം ചെയ്തു. ഒന്നാമത് പേടിയായിരുന്നു, ഷാജഹാനും എവിടെയെങ്കിലും കല്യാണം ആലോചന മുടക്കിയാലോ, പറയാൻ കഴിയില്ലല്ലോ. അപ്പം എങ്ങനെയൊക്കെ ആയിട്ട് ആകുമ്പോഴത്തേക്ക് ഒരു ആരും അറിയാത്ത സോഷ്യൽ മീഡിയയൊക്കെ നോക്കാത്ത അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മെല്ലൊരു പെണ്ണെ കിട്ടി. അതോടെങ്കിലും സോഷ്യൽ മീഡിയ നോക്കുന്നൊരു പെണ്ണിനൊന്നും കിട്ടൂലല്ലോ. തൊപ്പി നിലമ്പത്തേക്ക് ഞമ്മ വിചാരിക്കുന്നില്ലേ, എന്താ തൊപ്പി വലിയ എൻ്റർടൈൻമെൻറ്റ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ആകുമ്പോഴത്തേക്ക് ഒരു പെണ്ണിനൊന്നും ഇഷ്ടപ്പെടില്ല, അങ്ങനത്തെ ഒരു കോമാലത്തെ കാണിക്കുന്ന ലുക്ക് പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ആ തൊപ്പിക്ക് നന്നായിട്ടറിയാം. തൊപ്പി നിലമ്പോൾ പൊട്ടം പോലെ അഭിനയിക്കുന്ന അവനൊരു ജീനിയസാണ്, അവനറിയാം. അതുകൊണ്ട് ഇപ്പം പിന്നെ പെണ്ണിനൊക്കെ ഇത് ഞാനാണ്, ഇതിൻ്റെ പോലെ തൊപ്പിയാണ്, എനിക്ക് യൂട്യൂബും ഇൻഫ്ലുവൻസർ അങ്ങനത്തെ ഇങ്ങനത്തെ പണിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാന്ന് വെച്ചാണ് അവസാനം കെട്ടിയത്. അതിന് രഹസ്യ വിവാഹം കഴിച്ചത് വല്ലാത്ത മോശമായി പോയി. എന്തായാലും ഞാൻ വിചാരിച്ചു ഓണത്തിന് ചപ്പ പെരുപ്പിക്കുന്നില്ലേ, അങ്ങനെയൊക്കെ ആയിട്ട് പുയ്യാപ്പിളെ കൊണ്ടുപോകുന്നു, പാട്ടും കൂത്തും ഡാൻസും, നമ്മൾ കഴുത പോലത്തെ മമ്മൂൻ്റെ ഒരു ഇങ്ങനെയുള്ള ഡാൻസും, എൻ്റെ മലയാളത്തെ പോലത്തെ ഇങ്ങനത്തുള്ള ഡാൻസും, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് ഒരുപാട് ആൾക്കാർ വിചാരിച്ചത്. പക്ഷെ കുറേ ആൾക്കാർ ഇന്നും പറഞ്ഞത് അത് പരസ്യമാണ്, ഇത് എന്തോ ഒരു ഷോപ്പിൻ്റെ പരസ്യം ചെയ്യുന്നതാ, അത് വിവാഹം എന്നല്ലാന്ന്. പക്ഷേ പിന്നെ ഒരു അങ്ങനത്തെ പറയുന്ന ആൾക്കാർക്ക് ഞാൻ പറയാം, തൊപ്പിൻ്റെ വിവാഹം കഴിഞ്ഞു. ഈ തൊപ്പിൻ്റെ വിവാഹത്തിന് ആൾക്കാർ ഇതാക്കി ചെന്നപ്പോൾ തൊപ്പിൻ്റെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും കൂടി പരിശോധിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല, ഞാൻ എനി ടൈം റീപ്രതരുന്നതായിരിക്കും. അതുകൊണ്ട് വേറെ പണിയൊന്നും എനിക്കില്ല. അപ്പോൾ തൊപ്പിൻ്റെ കല്യാണം കഴിഞ്ഞു. ഓക്കെ, ബൈ.